ഇന്നലെ ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു. പ്രതീക്ഷിക്കാത്ത റെസ്പോൺസാണ് കിട്ടിയത്. ഇപ്പോഴും കിട്ടുന്നുണ്ട്. എൻ്റെ അഭിപ്രായത്തോട് യോജിക്കുന്ന കുറേ പട്ടാളക്കാരെ ഭാര്യമാരെ കാണാൻ കഴിഞ്ഞു. സന്തോഷം. അതിൻ്റെ ഇടയിൽ വന്നൊരു കമൻറ്റാണിത്. ആർമിയിൽ നല്ല സുഖമാണോ എന്ന്. ആർമി ജോയിൻ ചെയ്യാനാണെന്നും പറയുന്നുണ്ട്. ഞാൻ ആ വീഡിയോയിൽ ഒരിടത്തും പറഞ്ഞിട്ടില്ല ആർമിയിൽ നല്ല സുഖമാണെന്ന്. ഡ്യൂട്ടി ചെയ്യാൻ എല്ലാ ജോലിക്കും അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. എന്നാൽ അതിനേക്കാൾ 2-3 പടി മുന്നിലായിരിക്കും ആർമി ഡ്യൂട്ടി ചെയ്യുക എന്ന് പറയുന്നത്. പുറത്തുനിന്ന് കാണുന്ന പോലെയല്ല ആർമിയിലെ ജീവിതം. വാരണായിരവും പട്ടാളവും മേഘം മൂവിയൊക്കെ കണ്ടിട്ട് അതാണ് ആർമി ലൈഫ് എന്ന് കരുതുന്ന ഒരുപാട് പേര് ഇപ്പോഴും ഉണ്ട്. ആർമിയിൽ നല്ല സുഖമാണോ എന്ന് ചോദിച്ചാൽ അല്ല. ട്രെയിനിങ് ഒക്കെ നല്ല കഠിനമാണ്. ആ ട്രെയിനിങ്ങിൽ നിന്നാണ് രാജ്യത്തേക്കാക്കുന്ന ഓരോ പട്ടാളക്കാരനും ജനിക്കുന്നത്. സിയാച്ചിലെ തണുപ്പിലും രാജസ്ഥാനിലെ ചൂടിലും ജോലി ചെയ്യേണ്ടി വരും. വിശേഷ ദിവസങ്ങളിലൊന്നും മിക്കപ്പോഴും ഫാമിലിയായിട്ട് നിൽക്കാൻ പറ്റിയെന്ന് വരത്തില്ല. ഡ്യൂട്ടി ഈസ് ഫസ്റ്റ്. PT പോകണം. BPET ഉണ്ട്, PPT ഉണ്ട്. 5 കിലോമീറ്റർ 2.5 കിലോമീറ്റർ വെറുതെ ഓടിയ പോലെ റൈഫിളും ബാഗും കൊടുക്കണം. മഴ മഞ്ഞ് ചൂടും ഒന്നും നോക്കണ്ട, ഓടിയേ പറ്റും. PT പോയി കഴിഞ്ഞ് പിന്നെ ബൂട്ട് ഇട്ട് റെഡി ആയിട്ട് ഓരോ യൂണിറ്റ് ടൈം അനുസരിച്ച് പോകണം കേട്ടോ. പോയി കഴിഞ്ഞാൽ തിരിച്ച് വരുന്ന സമയം വീട്ടിലുള്ളവർക്ക് അറിയാൻ പറ്റില്ല. ചിലപ്പോൾ നേരത്തെ എത്തും, ചിലപ്പോൾ 2 മണി 3 മണി 4 മണി 6 മണി കഴിഞ്ഞ് വരുന്ന ടൈമുകളുണ്ട് കേട്ടോ. കൃത്യമായൊരു ഡ്യൂട്ടി ടൈം ഇല്ല. പിന്നെ TD പോകണം 1 മന്ത് 2 മന്ത്. ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ ശാരീരികമായി അധ്വാനിക്കാൻ തയ്യാറാണെങ്കിൽ, രാജ്യത്തെ സേവിക്കുന്നതിൽ സന്തോഷം കണ്ടെത്തുന്നുണ്ടെങ്കിൽ ആർമി ലൈഫ് വളരെ സംതൃപ്തി നൽകും. ബട്ട് വെറുതെ ഇരുന്നിട്ടുള്ള സുഖമാണ് പ്രതീക്ഷിക്കുന്നതെങ്കിൽ അത് തെറ്റായ ധാരണയാണ്. പുറമേ നിന്ന് കാണുന്നവർക്ക് ഇറ്റ്സ് ആൻ ഇൻട്രസ്റ്റിംഗ് ജോബ്. ബട്ട് നല്ല കഷ്ടപ്പാടുണ്ട്. നേരിട്ടൊരു സൈനികനോട് ചോദിച്ചാൽ ഇതിലും വലിയ കഥകൾ പറയാൻ കാണും. അപ്പോൾ സന്തോഷം മാത്രം. ബൈ.